ബിടെക് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു 4 വർഷം പഠിക്കുന്നു, പെട്ടെന്ന് പ്ലേസ്ഡ് ആകുന്നു, സെറ്റിൽഡ് ആകുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചിന്താഗതി. പക്ഷേ ഇന്ന് ഒരു ബിടെക് ബ്രാഞ്ചുകളിൽ റിസർച്ചിനുള്ള ഓപ്ഷൻസും കൂടി വരികയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ റിസർച്ചിന് അവസരങ്ങൾ തേടുന്ന, അന്വേഷിക്കുന്ന ഒരു കാലയളവാണ്. KTUവിൻ്റെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ഡോക്ടർ ബിജു സാറാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ബിജു സാർ, ആദ്യമേ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു ബിടെക് പഠിച്ച് ഒരു കമ്പനിയിൽ പ്ലേസ്ഡായി ഒരു സ്റ്റേബിൾ സ്ട്രക്ചറിൽ പോകുന്നതാണോ, അതോ റിസർച്ചിലേക്ക് പോകുകയാണെങ്കിൽ എന്തൊക്കെ അവസരങ്ങളാണ് ഒരു ബിടെക് ബിരുദധാരിക്ക് സാധാരണയിൽ ലഭിക്കുക? ഒന്ന്, ഈ 2 ഓപ്ഷനിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് കുട്ടിയുടെ ഒരു ആപ്റ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബിടെക് കഴിഞ്ഞ് നേരെ കൂടുതലും കുട്ടികൾ നമ്മൾ കാണുന്നത് നേരെ എഞ്ചിനീയറായിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യാനാണ്. ഒരു 90% കുട്ടികൾ അതിനോടാണ് താല്പര്യപ്പെടുന്നത്. അന്നേരം അവരങ്ങനെ പോകുന്നതാണ് നല്ലത്. പിന്നെ കുറച്ച് കുട്ടികൾ എംടെക് ചെയ്ത് PhD ചെയ്ത് അത് ടീച്ചർ, ഫാക്കൽറ്റി ആവാൻ, അല്ലെങ്കിൽ R&D ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യാൻ അങ്ങനെ താല്പര്യം കാണിക്കുന്നുണ്ട്. അവർ തീർച്ചയായും അങ്ങനെ ആ ഒരു ടേസ്റ്റ് ഉള്ളവർ അങ്ങനെ തന്നെ വരുന്നതാണ് അവരുടെ ഫ്യൂച്ചറിന് നല്ലത്. അന്നേരം PhD ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ബിടെക് കഴിഞ്ഞ് PhD ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 2 ഓപ്ഷൻസാണ് ഉള്ളത്. കൺവെൻഷനലി അവരുടെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബിടെക് കഴിഞ്ഞിട്ട് എംടെക് പഠിക്കുക, എംടെക് കഴിഞ്ഞിട്ട് PhDക്ക് ട്രൈ ചെയ്യുക. ഇപ്പം ഈ റീസെൻ്റായിട്ട് എംടെക്കിന് പഠിക്കാതെ തന്നെ ബിടെക് കഴിഞ്ഞിട്ട് നേരെ PhD ചെയ്യാനുള്ള ഒരവസരം കൂടെ ഉണ്ട്. നമ്മൾ ഇൻ്റഗ്രേറ്റഡ് PhD എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അന്നേരം കൺവെൻഷനലായ PhDയുടെ കാര്യം ആദ്യം പറയാം. അന്നേരം ബിടെക് കഴിഞ്ഞു, നമ്മൾ നേരെ എംടെക് അഡ്മിഷൻ എടുക്കുന്നു. എംടെക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ PhDക്ക് ശ്രമിക്കുന്നു. ഇപ്പോൾ KTUവിലാണെങ്കിൽ ഓരോരുത്തടുത്തും ഓരോ മാനദണ്ഡമാണ്. ഇപ്പോൾ നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സായ IITകളിലും NITകളിലും IIScയിലൊക്കെ ആണെങ്കിൽ ഗേറ്റ് സ്കോറാണ് PhD അഡ്മിഷൻ്റെ മെയിൻ മാനദണ്ഡം. എന്നാൽ ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക്, ഗേറ്റ് സ്കോർ ഉള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിട്ട് ബാക്കി വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ നോൺ ഗേറ്റ് അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. മിക്കവാറും IITകളിലും NITകളിലും ഒക്കെ ഗേറ്റ് സ്കോർ കൊണ്ട് തന്നെ ഫില്ലാവും. ഗേറ്റ് സ്കോർ ഇല്ലാത്ത കുട്ടികൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നമ്മുടെ സാധാരണ കോളേജുകൾ, ഇപ്പം നമ്മുടെ അഫിലിയേറ്റഡ് കോളേജസ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ്, ഇങ്ങനെയുള്ളിടത്തൊക്കെയാണ് കുറച്ച് ഗേറ്റ് സ്കോറുള്ള കുട്ടികളുണ്ടാവും. പക്ഷേ അവിടുത്തെ സീറ്റ് മൊത്തവും ഗേറ്റ് സ്കോറുള്ള കുട്ടികൾ കൊണ്ട് ഫില്ല് ചെയ്യപ്പെടാറില്ല. അന്നേരം ഗേറ്റ് സ്കോറുള്ള കുട്ടികളുടെ ആബ്സെൻസിൽ നോൺ ഗേറ്റ് സ്കോറും ആണ്. അന്നേരം അവിടെ നോൺ ഗേറ്റ് സ്കോറുകാരുടെ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ PGയുടെ മാർക്കാണ് അവിടെ എടുക്കുന്നത്. PGയുടെ ഏറ്റവും കൂടുതൽ മാർക്കുള്ളവർക്ക് അവിടെ എൻട്രൻസ് എക്സാം, ഡിപ്പാർട്ട്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ്, അങ്ങനെ വല്ല എക്സാമുകൾ വല്ലതും ഉണ്ട്? അതെ, ഉണ്ട്. അന്നേരം ഇപ്പോൾ KTUവിലോട്ട് വരുവാണെങ്കിൽ KTUവിൽ നമ്മൾ PhDക്ക് ഒരു എൻട്രൻസ് 2 സ്റ്റേജാണ്. ഒരു എൻട്രൻസും ഉണ്ട്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അന്നേരം ഇതിൽ നമ്മൾ വെച്ചേക്കുന്ന KTUവിൽ അഡ്മിഷൻ വെച്ചേക്കുന്ന ക്രൈറ്റീരിയ PG കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് മിനിമം CGPA 5.75, 5.75 എബോവ് CGPA ഉള്ള കുട്ടികളെല്ലാം ഈ KTUവിൻ്റെ എൻട്രൻസ് അപ്ലൈ ചെയ്യാൻ എലിജിബിളാണ്. ഇനി എൻട്രൻസ് ക്ലിയർ ചെയ്തതിന് ശേഷം, എൻട്രൻസ് ക്ലിയർ ചെയ്യുന്ന ഇപ്പം നമ്മൾ കാണുന്ന ഏകദേശം ഒരു 30%, 40%, 50% പേരാണ് ആവറേജ്, ഓൺ ആൻഡ് ആവറേജ് ഓവർ ദ ഇയേഴ്സ് നമ്മൾ കാണുന്ന ഒരു സ്റ്റാറ്റിക്സ് ആണ് ഞാൻ പറഞ്ഞത്, എൻട്രൻസ് ക്ലിയർ ചെയ്യുന്നത്. പിന്നെ അതിൽ നിന്ന് അടുത്ത സ്റ്റേജ് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂടെ കഴിഞ്ഞിട്ട് സെലക്ട് ആകുന്ന കുട്ടികൾക്കാണ് PhD അഡ്മിഷനിലോട്ട് പോകുന്നത്. ഇനി ഇതിൽ തന്നെ ഈ ഗേറ്റ് നെറ്റ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് ടെസ്റ്റിന് അപ്പിയർ ചെയ്യേണ്ട, അവർക്ക് നേരെ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൽ അപ്പിയർ ചെയ്തിട്ട് അവർക്ക് നേരെ ഡയറക്റ്റ് സെലക്ഷനിലോട്ട് പോകും. ഇതാണ് KTUവിലെ ഒരു അഡ്മിഷൻ പ്രോസസ്സ്. ഇതിൽ ഗേറ്റ് അല്ലെങ്കിൽ നെറ്റുള്ള കുട്ടികൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് ഉണ്ട്, ഇല്ലാത്തവർക്ക് സ്റ്റൈപ്പൻഡ് ഇല്ല. ഇനി ഇവിടെ തന്നെ ഒരു അഡ്മിഷൻ 2 ടൈപ്പ് ഉണ്ട്, ഫുൾ ടൈമും ഉണ്ട്, പാർട്ട് ടൈമും ഉണ്ട്. സോ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിന് അവർ എംടെക് ഡിഗ്രി മാത്രമേ ഉള്ളൂ, അവർക്ക് PhD ഇല്ലെങ്കിൽ അവർക്ക് PhD എടുക്കാൻ അവർ പാർട്ട് ടൈം PhDക്ക് അഡ്മിറ്റ്. അന്നേരം നമുക്ക് സ്റ്റൈപ്പൻഡ് ഫെലോഷിപ്പ് ഒന്നും കിട്ടില്ല, ബട്ട് പാർട്ട് ടൈം ഓപ്ഷൻ ചെയ്യാം. അവരും പക്ഷേ എൻട്രൻസ് എഴുതണം. പക്ഷേ ടീച്ചേഴ്സിന് 5 വർഷം വർക്ക് ചെയ്ത് ടീച്ചേഴ്സിന് ചില റിലാക്സേഷൻസ് ഈ എൻട്രൻസിൽ ഇത്ര പാർട്ട് ബിയിൽ എക്സംഷൻ കൊടുക്കുന്നുണ്ട്. പാർട്ട് ബി ഇങ്ങനെ 2 സെറ്റാണ്. പാർട്ട് ബിയിൽ എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഒരു KTUവിൻ്റെ ഒരു PhD അഡ്മിഷൻ പ്രോസസ്സ്. അന്നേരം ബിടെക് കഴിഞ്ഞ കുട്ടികൾക്ക് എംടെക് കഴിഞ്ഞ് PhD അഡ്മിഷൻ ഈ ഒരു ഓപ്ഷൻ. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞു PGക്ക് അവർക്ക് മിനിമം 5.75 CGPA ഉള്ള എല്ലാവർക്കും എലിജിബിളാണ്. ഇനി ബിടെക് കഴിഞ്ഞൊരു കുട്ടിക്ക് എംടെക്കിന് പോകാതെ തന്നെ ഡയറക്റ്റ് PhDക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഈ എംടെക് കഴിഞ്ഞ കുട്ടികൾക്ക് KTUവിൽ PhDക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം ഒരു കോഴ്സ് വർക്ക് ചെയ്യണം. കോഴ്സ് വർക്ക് കഴിഞ്ഞിട്ട് വേണം അവരുടെ വർക്കിലോട്ട് കയറാൻ. അന്നേരം ഈ കോഴ്സ് വർക്ക് വഴി അവർ മിനിമം 12 ക്രെഡിറ്റ് അക്വയർ ചെയ്യണം. അങ്ങനെയുണ്ട്, മിനിമം 12 ക്രെഡിറ്റ് കോഴ്സ് വർക്കിൽ അക്വയർ ചെയ്യണം. ഇനി ഈ പറഞ്ഞ പോലെ എംടെക് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഓപ്ഷൻ. ഇനി അടുത്തൊരു ഓപ്ഷനാണ് ബിടെക് കഴിഞ്ഞ് നേരെ PhDക്ക് ട്രൈ ചെയ്യാം. അന്നേരമുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ബിടെക്കിൽ CGPA 7.75 മിനിമം വേണം. 7.7, മറ്റെടുത്ത് 5.75 മതി. ഇവിടെ 7.75 CGPA മിനിമം വേണം. അന്നേരം 7.75 CGPA എബോവ് ഉള്ളവർക്ക് ബിടെക് കഴിഞ്ഞ് ഡയറക്റ്റ് KTUവിൽ PhD അഡ്മിഷൻ ട്രൈ ചെയ്യാം. അവർക്ക് ഈ പറഞ്ഞ പോലെ അഗെയിൻ ടെസ്റ്റ് ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ്, അതേ പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം. ഇവർക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ ഒരു കണ്ടീഷനുള്ളൂ, കോഴ്സ് വർക്ക് നേരത്തെ 12 ക്രെഡിറ്റ് ആണ് എംടെക് കഴിഞ്ഞവർ. കാരണം ഇവർ എംടെക്കിന് പഠിക്കുന്നില്ലല്ലോ,
അതിൽ PhD കൂടുതൽ കോഴ്സ് വർക്ക് PG ബേസ്ഡ് ഹയർ ലെവൽ കോഴ്സുകളാണ് കോഴ്സ് വർക്ക്. അന്നേരം ഇവർ MTech പഠിക്കാത്തതുകൊണ്ട് ഒരു 12 ക്രെഡിറ്റും കൂടെ അഡീഷണൽ ഒക്കെ അറിയണം. അന്നേരം MTech കഴിഞ്ഞവർക്ക് 12 ക്രെഡിറ്റ്, ബിടെക്കാർക്ക് ഒരു 12 ക്രെഡിറ്റ് കൂടെ അഡീഷണൽ കോഴ്സ് വർക്കിൽ അയൺ ചെയ്യണം. ഇതാണ് ബേസിക് സ്ട്രക്ചർ. സാർ, ഇതിൽ ഏതാണ് നല്ലത് എന്ന രീതിയിൽ വല്ലതും പറയാൻ പറ്റുമോ? ഇപ്പം MTech കഴിഞ്ഞിട്ട് പോകുന്നവർക്കാണ് നല്ലത്, അല്ലെ ബിടെക്കിന് ശേഷം നേരിട്ട് PhDക്ക് പോകുന്നത് നല്ലത്? അങ്ങനെ ഒരു ഏറ്റവും നല്ലത് എന്ന രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും MTech കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും അല്പം കൂടെ നല്ലത്. കാരണം MTech കഴിഞ്ഞ് അവർ അത്രയും ഇപ്പോൾ ഒരു നമ്മൾ ഒരു പവർ ഇലക്ട്രോണിക്സ് ആണെന്ന് കരുതുക, PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം MTech പവർ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ ആ ഒരു ഏരിയയിൽ കൂടുതൽ ഇൻഡെപ്ത് നോളജാകും, ഹാർഡ്വെയർ നോളജും കൂടുതൽ സിമുലേഷൻ സോഫ്റ്റ്വെയർസുമായിട്ട് നമ്മൾ എക്വിപ്ഡ് ആകും. അന്നേരം അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ PhDക്ക് കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരിക്കും, PhD ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ BTech കഴിഞ്ഞ് കുറച്ചും കൂടെ ഒരു ഹയർ ലെവൽ റിസർച്ച് ലെവലിലോട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഒരുപക്ഷെ അല്പം ബുദ്ധിമുട്ട്, അത്ര ബ്രൈറ്റ് അല്ലാത്ത കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ BTech കഴിഞ്ഞ് ഡയറക്റ്റ് PhDക്ക് പോകുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അന്നേരം MTech കഴിഞ്ഞ് പോന്നിട്ടായിരിക്കും അല്പം കൂടെ നല്ലത്. പക്ഷേ അല്ലെങ്കിൽ അത്ര സ്റ്റുഡൻറ്റ് ബ്രൈറ്റ് ആണ്, കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ടൈം സേവ് ചെയ്യാനായിട്ട് BTech കഴിഞ്ഞ് ഡയറക്റ്റ് PhD അഡ്മിഷന് അവർക്ക് ട്രൈ ചെയ്യാം. സാറിന് അതുപോലെ ഇപ്പോൾ ഒരു ട്രിപ്പിൾ കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ഒരു PhD ഓപ്ഷൻ എന്ന് പറയുമ്പം ട്രിപ്പിൾ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതോ മറ്റ് ബ്രാഞ്ചുകൾ ഒരു പക്ഷേ ECO, ഫിസിക്സോ, മാത്സോ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? അതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ട്രിപ്പിൾ കഴിഞ്ഞവർക്ക് ഏത് ബ്രാഞ്ചും ഇപ്പോൾ അവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ഏരിയയിലാണ് PhD ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഏരിയയിലാണ് PhD ചെയ്യാൻ താല്പര്യം, അവർക്കത് ചൂസ് ചെയ്യാം. ഉള്ളി തിങ്ക് അവർ അപ്ലൈ ചെയ്യുമ്പം ഇന്ന ഡിസിപ്ലിനിലാണ് അപ്ലൈ ചെയ്യുന്നത് പറയാം. കമ്പ്യൂട്ടർ സയൻസ് ഏരിയയിലാണ് അപ്ലൈ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ സയൻസ് ഏരിയയാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ആ ആപ്ലിക്കേഷൻ സമയത്ത് തന്നെ പറയുക ഞാൻ ഇന്ന ഏരിയയിലാണ് അപ്ലൈ ചെയ്യുന്നത്, എൻ്റെ ബ്രോഡ് ഏരിയ ഓഫ് റിസർച്ച് ഇതാണെന്ന് പറയുക. ആ ഏരിയ അങ്ങനെ അപ്ലൈ ചെയ്തു, അതിന് ഒരു തടസ്സവും അവർക്ക് കോൺഫിഡൻ്റ് ആണ്. കാരണം ഇത് എല്ലാ സർക്യൂട്ട് ബ്രാഞ്ചസിൻ്റെ കീഴിൽ വരുന്നതാണ്, കുറച്ചൊക്കെ റിലേറ്റഡ് ആണ്. അവർ ഇതിന് വേണ്ട ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ PhD ചെയ്യാനുള്ള ഒരു ഫണ്ടമെൻ്റൽസ് ഒക്കെ ഒരു ബേസിക് പ്രീ റിക്വസിറ്റ് ഒക്കെ അവർ BTech ലെവലിൽ ഇലക്ട്രിക്കലാണെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ അത് പെർമിറ്റഡ് ആണ്. ഓക്കെ സാർ, അതുപോലെ തന്നെ ഈ ഒരു ECയിൽ BTech ചെയ്ത ഒരാൾക്ക് CS എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ MTech ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അല്ല, ഇപ്പോൾ ECയിൽ ഇപ്പം ചില കോഴ്സുകൾ, ഇപ്പം എല്ലാ കോഴ്സൊന്നും പറയില്ല, ചില കോഴ്സുകൾ ഇപ്പം MTech ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ MTech ഇൻ മെഷീൻ ലേണിംഗ് എന്ന് കരുതാം. ഇപ്പോൾ ECയിൽ BTech ചെയ്തവരൊക്കെ തീർച്ചയായും ചെയ്യാം, കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ്. തീർത്തും ഒരു ഡിഫറൻ്റ് ആയൊരു മേഖലയിലേക്ക് ഇപ്പം ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരാൾ സിവിൽ അങ്ങനെ ടോട്ടലി ഓടായിട്ട് അല്ല ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീമിലോട്ട് പോകുമ്പോഴാണ് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കുറേ അലൈഡ് ഡിസിപ്ലിൻസ് ഉണ്ടല്ലോ, ഒരു ജനറൽ ഡിസിപ്ലിൻ, അന്നേരം അത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. BTechൽ ഏതൊക്കെ ബ്രാഞ്ച് BTech കഴിഞ്ഞവർക്ക് MTech ഏതൊക്കെ ചൂസ് ചെയ്യാവുന്ന ഒരു അലൈഡ് ബ്രാഞ്ചസിൻ്റെ ഒരു സെറ്റ് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സെറ്റിൽ വരുന്ന ഏത് BTechകാർക്കും MTech അങ്ങോട്ടും ഇങ്ങോട്ടും ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി BTechന് അഡ്മിഷൻ നേടുമ്പം ചില കോളേജുകളൊക്കെ ചെക്ക് ചെയ്യുമ്പം കോളേജ് വളരെ പ്രൗഡായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന കുറച്ച് ഡേറ്റാസ് ഉണ്ട്. ഞങ്ങൾക്ക് ഇത്ര റിസർച്ച് ഗൈഡ് ഉണ്ട്, ഇത്ര റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റൊക്കെ റിസർച്ച് അക്രഡിറ്റഡ് ആണ് എന്നുള്ള രീതി. സാർ, എന്താണ് ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ സൂചിപ്പിക്കുന്നത്? ഒരു റിസർച്ച് ഗൈഡ് ആണെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ബേസിക് കണ്ടീഷൻസ്? നമുക്കിപ്പം ഞാൻ KTUവിൻ്റെ ഒരു കോൺടെസ്റ്റിൽ പറയാം. ഇപ്പോൾ KTUവിൽ അഫിലിയേറ്റഡ് കോളേജിലെ ഫാക്കൽറ്റി മെമ്പേഴ്സിന് KTUവിൽ അപ്രൂവ്ഡ് റിസർച്ച് ഗൈഡായിട്ട് ആവാനുള്ള ഒരു അവസരമുണ്ട്. അന്നേരം അവരതിന് അപ്ലൈ ചെയ്യുക. അന്നേരം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെക്കുന്ന കണ്ടീഷൻ ഒന്ന്, നമുക്ക് ഓഫ് കോഴ്സ് അവർക്കൊരു PhD ഡിഗ്രി ഉണ്ടായിരിക്കണം. അവർക്ക് മിനിമം ഇത്ര നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ആ പബ്ലിക്കേഷൻസ് തന്നെ നമ്മൾ ചില ക്വാളിറ്റി പബ്ലിക്കേഷൻസിലൊരു ഹയർ ലെവൽ ഇതാണ് SCI ജേർണൽസ് എന്ന് പറയും, SCI ഇൻഡെക്സ്ഡ് ജേർണൽസ്. അതിൽ തൊട്ട് താഴെ നമുക്ക് പറയാവുന്നതാണ്, ഒരു മീഡിയോക്കർ ലെവലിൽ പറയാവുന്നതാണ് സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ജേർണൽസ്. എന്നിട്ട് നമ്മൾ പറയുന്ന ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് റിസർച്ച് ഗൈഡായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം 3 പേപ്പർ ജേർണൽ പബ്ലിക്കേഷൻ വേണം. കോൺഫറൻസ് പോരാ, ജേർണൽ പബ്ലിക്കേഷൻ മിനിമം 3. അതിൽ തന്നെ ഒരെണ്ണമെങ്കിലും മിനിമം SCI ഇൻഡെക്സ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു അസോസിയേറ്റ് പ്രൊഫസറിന് അല്ലെങ്കിൽ പ്രൊഫസറിനാണെങ്കിൽ നമ്മൾ 5 പേപ്പർ മിനിമം വേണം. അസോസിയേറ്റ് പ്രൊഫസർ അല്ലെങ്കിൽ പ്രൊഫസർ ഡെസിഗ്നേഷൻ ഉള്ളവർക്ക് 5 പേപ്പർ വേണം. എന്നിട്ട് ആ ഡെസിഗ്നേഷൻ ഉള്ളവരാണെങ്കിൽ മിനിമം 5 പേപ്പർ അവർക്കുണ്ടെങ്കിൽ ജേർണൽ പേപ്പർ ഉണ്ട്. അതിലൊന്ന് മിനിമം സ്കോപ്പസ് ഇൻഡെക്സ് ആണെങ്കിൽ അവർക്ക് ഈ ഗൈഡ്ഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഈ ഗൈഡ്ഷിപ്പിന് അപ്ലൈ ചെയ്തിട്ട് ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ബാക്കി കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നോർമലി അവർ ഈ പേപ്പറുകളെല്ലാം കറക്റ്റാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റാണെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഗൈഡ്ഷിപ്പിന് എലിജിബിളാണ്. അവർ നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അവർ KTUവിൻ്റെ അപ്രൂവ് റിസർച്ച് ഗൈഡായിട്ട് നമ്മൾ അപ്രൂവ് ചെയ്യും. അത് കഴിഞ്ഞാൽ അവർക്ക് KTUവിലെ സ്റ്റുഡൻസിന് അവർക്ക് ഗൈഡ് ചെയ്യാനുള്ള അവസരം. ഒരു റിസർച്ച് ഗൈഡിന് എത്ര സ്റ്റുഡൻറ്റിനെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഒരേ സമയം? ഓക്കെ, ഗുഡ്. നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലെവലിലുള്ള ഒരാൾക്കാണെങ്കിൽ 4 സ്റ്റുഡൻസിനെ വരെ അറ്റ് എ ടൈം ഗൈഡ് ചെയ്യാം. 4 സ്റ്റുഡൻസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ. അസോസിയേറ്റ് പ്രൊഫസർ ലെവലിലുള്ള ആൾക്കാണെങ്കിൽ 6 സ്റ്റുഡൻസിനെ പറ്റും. പ്രൊഫസർ ലെവലിലുള്ള ആൾക്കാണെങ്കിൽ 8 സ്റ്റുഡൻസിനെ പറ്റും. അന്നേരം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആണെങ്കിൽ 4 വരെ മാക്സിമം പറ്റും. അസോസിയേറ്റ് പ്രൊഫസറിന് 6,
പ്രൊഫസറിന് 8 സ്റ്റുഡൻസിനെ വരെ പറ്റും. അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഒരു മിനിമം പകുതി ഈ 8 പ്രകടനത്തിൽ 4 പേരെങ്കിലും ഫുൾ ടൈം ആയിരിക്കണം. അങ്ങനെ കണ്ടീഷനിലുണ്ട്. ഒരു ഫുൾ ടൈം കാര്യം പറ്റും, പാർട്ട് ടൈം കാര്യം പറ്റും. പക്ഷേ മിനിമം ഇത്ര പേരെങ്കിലും ഫുൾ ടൈം ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനോടെ നമ്മളിവിടെ പറയുന്നുണ്ട്. റിസർച്ച് താല്പര്യമുള്ള ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ അവരെല്ലാം പേടിക്കുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡിഗ്രി BTech ചെയ്തു, MTech ചെയ്തു, PhD ചെയ്തു, ഒരു സ്റ്റൈപ്പനൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടി എന്നുള്ളതാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ അതൊരു അടുത്തൊരു PhDക്ക് ശേഷം PDF ചെയ്തു, കുറച്ച് നാൾ RA ആയിട്ട് വർക്ക് ചെയ്തു, അതിനുശേഷം ഒരു അൺസർട്ടനിറ്റിയുടെ സിറ്റുവേഷനാണ്. എന്നാൽ സ്ഥിരമായൊരു ജോലിയിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴാണ് പലരും US നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നത്. ഒരു പക്ഷേ അവരൊക്കെ ആയിരിക്കും പലരും NITകളിലും IITകളിലും പല പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രൊഫസറായിട്ടും അസോസിയേറ്റ് പ്രൊഫസറായിട്ടും ഒക്കെ പ്ലേസ്ഡ് ആകുന്നത്. സർ, ശരിക്കും വിദ്യാർത്ഥികൾ മടിക്കുന്നത് ഇങ്ങനൊരു അൺസർട്ടനിറ്റി ഉണ്ടാകും. അതായത് റിസർച്ച് കരിയറായി തിരഞ്ഞെടുത്താൽ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുമോ എന്നുള്ളൊരു പേടി. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടും ഒന്നിനും ക്വാളിഫൈ അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് എങ്ങനെയാണ് ഒരു എൻജിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ സാർ വിലയിരുത്തുന്നത്? പേടിക്കേണ്ട സാഹചര്യമാണോ ഇത്? ഓക്കെ, അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. അത് സ്റ്റുഡൻസിനൊക്കെ ഒരു കൺസേൺ തീർച്ചയായും ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ പലപ്പോഴും പാരൻസിനും ഒക്കെ തീർച്ചയായും. അന്നേരം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ ഉള്ളൊരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. സിറ്റുവേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് നമുക്കറിയാം MTech കഴിഞ്ഞാൽ PhD കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞാൽ ടീച്ചിങ് എന്നുള്ള ഒരു ഒറ്റ ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളൂ. ടീച്ചിങ്ങിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർക്ക് ഒരു ജോലിയും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ MTech നേരത്തെ ഈ കമ്പനികളിൽ സാധാരണഗതിയിൽ പ്ലേസ് ചെയ്യുന്നത് BTech കഴിഞ്ഞിട്ടാണ് നോർമലി എടുക്കുന്നത്. അത് നേരത്തെ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ മാറി. ഇപ്പോൾ കമ്പനികളെല്ലാം ഒരുപാട് R&D ചെയ്യുന്നു. ഒരുപാട് IT കമ്പനികളാണെങ്കിലും ഒരുപാട് R&D ചെയ്യുന്നു. ഒരുപാട് പേര് MTech കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ NITയിലും IITയിലൊക്കെ എടുത്ത് MTech കഴിഞ്ഞ് ഭയങ്കര പ്ലേസ്മെൻറ്റാണ്. നേരത്തെ MTechന് പ്ലേസ്മെൻറ്റേ ഇല്ലായിരുന്നു. ഇപ്പോൾ MTechന് പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. MTech ക്ലാസ്സുകളിലെല്ലാം PhDക്ക് പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. അതൊരു ഭയങ്കര ഒരു ഡിഫറൻറ്റ് സിറ്റുവേഷൻ. പണ്ടൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റും. പണ്ട് BTech പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒള്ളി BTech ആയിരുന്നു അവസ്ഥ. ഏകദേശം ചില IITകളിൽ ഏറ്റവും കൂടിയ പ്ലേസ്മെൻറ്റുകൾ കിട്ടിയതിൽ PhDക്കാർ ഉൾപ്പെടെയായിട്ട് ചില കാരണം PhDക്ക് ഞാൻ അതിലോട്ടാണ് വരുന്നത്. ഇപ്പോൾ MTech കഴിയുന്നവർ ഒരു R&D ലെവലിൽ എടുക്കുന്നവർ BTechക്കാരെക്കാട്ടി ഹയർ സാലറി കൊടുക്കുന്നത്. അതുപോലെ PhD കഴിഞ്ഞവർ എടുക്കുന്നു. R&Dയുടെ ഒരു വലിയൊരു മേജർ റെസ്പോൺസിബിലിറ്റി, വലിയ സാലറി കൊടുക്കുന്നത്. അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 1.5 ലക്ഷം. അങ്ങനെ ആ ഒരു ലെവലിലുള്ള ഒരു സാലറി കൊടുക്കുന്നത്. അത് പണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. അന്നേരം ഒരു വലിയ ചേഞ്ചാണ് അവിടെ വന്നേക്കുന്നത്. അന്നേരം MTech കഴിഞ്ഞവർക്കും PhD കഴിഞ്ഞവർക്കും അക്കാഡമിക്സ് മാത്രമല്ല, ഒരു ഫാക്കൽറ്റിയായിട്ട് മാത്രമല്ല, ഒരുപാട് കമ്പനികളിൽ R&D പൊസിഷൻസിൽ ജോബ് ഓപ്പർച്യൂണിറ്റി. അതുപോലെ PDF കഴിച്ചിട്ടാണെങ്കിലും. ഇനി ഇത് കൂടാതെ ഇപ്പോൾ ടീച്ചിങ് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉണ്ട്. ഇപ്പം നമുക്കറിയാം ഒരുപാട് കോളേജസ് ഓട്ടോണമസ് ആകുന്നു, ഡീംഡ് യൂണിവേഴ്സിറ്റി വരുന്നു, ഒരുപാട് പുതിയ ടീച്ചിങ് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അന്നേരം അവിടെ എല്ലാം വേണ്ട ഒരു ഹയർ ക്വാളിഫിക്കേഷൻ, ഹയർ എക്സ്പീരിയൻസ്, ഹയർ നോളജുള്ള ആളുകളെ വേണം, ഹയർ ലെവലുള്ള ആളുകളെ വേണം. അന്നേരം ഈ MTech കഴിഞ്ഞവർക്കും PhD കഴിഞ്ഞവർക്കും പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞവർക്കും, പ്രത്യേകിച്ച് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് PhD കഴിഞ്ഞവർക്കും പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞവർക്കും ഫോറിൻ യൂണിവേഴ്സിറ്റീസ് നിന്നൊക്കെ ആണെങ്കിൽ, ഫോറിൻ എക്സ്പോഷർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ദേ ആർ ഹൈലി പെയ്ഡ് ഹിയർ. അവർ മോസ്റ്റ് വാണ്ടഡ് ആണ്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ പലരും കിട്ടുന്നില്ല. ഇവിടെ പലരും അന്വേഷിക്കുന്ന അവർ ഉദ്ദേശിക്കുന്ന PhDക്കാരെ കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. അന്നേരം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് PhD കഴിഞ്ഞവർക്കും PhDയും പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞവർക്കും എഞ്ചിനീയറിംഗിൽ തീർച്ചയായും ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ട്. അവർ യാതൊരു കാരണവശാലും പാനിക്കാവേണ്ട കാര്യമില്ല. കുറച്ച് ഏജ് അല്പം കൊണ്ട് കഴിഞ്ഞാലും അവരിതെല്ലാം കഴിഞ്ഞ് MTechും PhDയും PDF എല്ലാം കഴിഞ്ഞ് വരുമ്പം എഞ്ചിനീയറിങ്ങിന് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ഈ അക്കാഡമിയ രംഗത്താണെങ്കിലും ഉണ്ട്, അല്ല R&D കമ്പനി രംഗത്താണെങ്കിലും അവർക്ക് നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഈ നമ്മൾ നേരത്തെ പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കാലഘട്ടം ഒരുപാട് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് കാണുന്നൊരു കാലഘട്ടമാണ്. അന്നേരം അനുസരിച്ച് നേരത്തെ നമ്മളത് പറഞ്ഞു, ജോബ് ഓപ്പർച്യൂണിറ്റീസ് BTechക്കാരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രൊപ്പോർഷണലി നമ്മുടെ MTech കഴിഞ്ഞവരുടെയും PhD കഴിഞ്ഞവരുടെയും പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞവരുടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കൺസേണിൽ വലിയ കാര്യം ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, അപ്പം പല എഞ്ചിനീയറിംഗ് കോളേജുകളും ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് അവിടെ ഇത്ര റിസർച്ച് സെൻ്റർ ഉണ്ട്. അവരതിൽ വളരെയധികം പ്രൗഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. ഒരു റിസർച്ച് സെൻ്റർ ആകണമെങ്കിൽ എന്തൊക്കെയാണ് ഒരു എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്നത്? അതെ, ഒരു കോളേജ് റിസർച്ച് സെൻ്റർ ആകുക എന്നുള്ള ആ കോളേജിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ ഒരു മെഷറാണ്. അതുപോലെ പലരും ഇപ്പം നമ്മൾ കോളേജസ് എല്ലാം NBA അക്രഡിറ്റേഷന് പോകുന്നു, NAAC അക്രഡിറ്റേഷന് പോകുന്നു, ഓട്ടോണമിക്ക് ട്രൈ ചെയ്യുന്നു. അന്നേരം ഇവിടെ എല്ലാം ഈ റിസർച്ച് സെൻ്റർ ആണെന്നുള്ളത് ദാറ്റ് ഷോസ് ഗുഡ് എമൗണ്ട് ഓഫ് റിസർച്ച് ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ. അതൊരു ഒരു ഒരു നല്ല മെഷറാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചുള്ള. അന്നേരം ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം റിസർച്ച് സെൻ്റർ ആവാൻ ശ്രമിക്കുക എന്നതുകൊണ്ട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. ഇപ്പോൾ KTUവിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ KTUവിൻ്റെ 143 അഫിലിയേറ്റഡ് കോളേജിൽ 42 കോളേജസ് ഓൾറെഡി റിസർച്ച് സെൻ്റർ ആയി കഴിഞ്ഞു. പല കോളേജസ് ഇപ്പോൾ ആപ്ലിക്കേഷൻ തന്നിരിക്കുന്നു. അന്നേരം റിസർച്ച് സെൻ്റർ ആവാനുള്ള KTUവിലെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ആ കോളേജിൽ മിനിമം 2 KTU അപ്രൂവ്ഡ് റിസർച്ച് സൂപ്പർവൈസേഴ്സ് ഉണ്ടാവണം. മിനിമം 2 പേര് ഉണ്ടാവണം. പിന്നെ അവിടെ നല്ല ഗുഡ് എമൗണ്ട് ഓഫ് ലബോറട്ടറി ഫെസിലിറ്റീസ് ഉണ്ടാവണം.
അന്നേരം ഈ നല്ല ലാബ് ഫെസിലിറ്റീസും അതുപോലെ ഒരുപാട് KTU കുറേ സിമുലേഷൻ സോഫ്റ്റ്വെയർസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഉണ്ടായിരിക്കണം. കുറേ ജേർണൽസ് ഉണ്ടാകണം. ഇപ്പോൾ IEEE ജേർണൽസ്, എൽസേവിയർ ജേർണൽസ്, ഇങ്ങനെ റിസർച്ച് ചെയ്യാൻ ആവശ്യമായ ജേർണൽസ് അവിടെ പർച്ചേസ് ചെയ്തിരിക്കണം. അതുപോലെ പ്ലാഗറിസം ഡിറ്റക്റ്റിംഗ് ടൂൾസ്, ടേണിറ്റിൻ പോലെയുള്ള ടൂൾസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ലബോറട്ടറി ലാബ് ഇപ്പോൾ പ്രോട്ടോടൈപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, നല്ല ലബോറട്ടറി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ഈ ഇനഫ് മിനിമം നമ്പർ ഓഫ് സൂപ്പർവൈസേഴ്സും ഉണ്ട്, അപ്രൂവ്ഡ് സൂപ്പർവൈസേഴ്സും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ KTU റിസർച്ച് സെൻ്ററായിട്ട് അനുവദിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റുഡൻസിന് അവിടെ പ്ലേസ് ഓഫ് റിസർച്ചായിട്ട് സെലക്ട് ചെയ്തിട്ട് അവർക്ക് റിസർച്ച് കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരമുണ്ട്. സാർ, ഇപ്പോൾ ഈ ഒരു റിസർച്ച് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് PhD PDF ഒക്കെ ആണെങ്കിലും എന്തൊക്കെ ഫെസിലിറ്റീസാണ്, ഫണ്ടുകളാണ് KTU പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, KTU റിസർച്ചിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. കാരണം KTU റിസർച്ച് ആണ് ഫ്യൂച്ചർ എന്ന് തന്നെയാണ് KTU മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് നമ്മുടെ ഇപ്പം KTUവിലെ റിസർച്ച് കൂടുതൽ നടക്കുന്ന അഫിലിയേറ്റഡ് കോളേജ് വഴിയാണ്. കാരണം KTUവിൽ ഇപ്പോൾ സ്വന്തമായിട്ട് റിസർച്ച് PhD പ്രോഗ്രാംസ് സ്വന്തമായിട്ടില്ല. KTU അഫിലിയേറ്റഡ് കോളേജിലാണ് PhD പ്രോഗ്രാം നടത്തുന്നത്. KTU ഈയിടെയായിട്ട് MTech 4 സ്കൂൾസ് തുടങ്ങിയിട്ടുണ്ട്, PGയിൽ 4 സ്കൂൾസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ഓൺ PhD പ്രോഗ്രാംസ് തുടങ്ങിയിട്ടില്ല. നമ്മൾ വളരെ റീസെൻ്റായിട്ട് നിയർ ഫ്യൂച്ചറിൽ തന്നെ നമ്മൾ തുടങ്ങാനുള്ള പ്ലാനാണ്. പക്ഷേ നമ്മുടെ അഫിലിയേറ്റഡ് കോളേജസിലെ ഫാക്കൽറ്റി മെമ്പേഴ്സും സ്കോളേഴ്സും വഴിയാണ് നമ്മുടെ റിസർച്ച് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അന്നേരം റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഫണ്ടിങ് സ്കീംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ റിലേറ്റീവ്ലി ന്യൂ ഇയർലി കരിയർ റിസർച്ചേഴ്സിന് നമ്മൾ ഫാക്കൽറ്റി മെമ്പേഴ്സിന് 2 lakhs RSM എന്ന് പറയുന്നത് റിസർച്ച് സീഡ് മണി നമ്മൾ 2 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ BTech പ്രോജക്ട്സ് ആണെങ്കിൽ നമ്മൾ ഒരു 50,000 രൂപ ഇന്നോവേറ്റീവ് സ്റ്റുഡൻറ്റ് പ്രോജക്റ്റ് എന്നുള്ള സ്കീമിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫാക്കൽറ്റി മെമ്പേഴ്സ് റിസർച്ച് ചെയ്യുന്നവർ പബ്ലിഷ് ചെയ്യുന്നതിന് നമ്മൾ 10,000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. SC ഇൻഡെക്സിൽ ജേർണൽസിൽ പബ്ലിഷ് ചെയ്യണം. ജേർണൽസിൽ പബ്ലിഷ് ചെയ്യുന്നവർക്ക് നമ്മൾ 10,000 രൂപ വെച്ച് ഒരു വർഷം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ റിസർച്ചിൻ്റെ ഒരു മെയിൻ ഒരു ആക്ടിവിറ്റിയാണ് ഈ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യുക, അവിടെ പോയി പേപ്പർ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. അന്നേരം ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഫാക്കൽറ്റിക്ക് പോകുന്നതിന് പോയി പേപ്പർ പ്രസൻറ്റ് ചെയ്തതിന് നമ്മൾ 1.5 ലക്ഷം രൂപ വരെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഹാപ്പനിങ് ഇൻസൈഡ് ഇന്ത്യക്കകത്ത് നമ്മൾ 40,000 രൂപ വരെ നമ്മൾ ട്രാവൽ സപ്പോർട്ട് കൊടുക്കും. അതുപോലെ റിസർച്ചേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് KTU ഓരോ വർഷം ബെസ്റ്റ് റിസർച്ചർ അവാർഡ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ബെസ്റ്റ് റിസർച്ചർ അവാർഡ് വിൻ ചെയ്യുന്നവർക്ക് നമ്മൾ 50,000 രൂപ ക്യാഷ് അവാർഡും 15 ലക്ഷം രൂപ റിസർച്ച് ഗ്രാൻറ്റും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ റിസർച്ചേഴ്സിനുള്ള നമ്മൾ സപ്പോർട്ട് KTU ചെയ്യുന്നുണ്ട്. നേരത്തെ അത് കൂടാതെ KTU നമ്മുടെ PhD അഡ്മിഷൻസ് നമ്മൾ നടത്തി 100 കുട്ടികൾക്ക് 100 സ്കോളേഴ്സിന് എല്ലാ വർഷവും നമ്മൾ സ്റ്റൈപ്പൻഡ് മാസം 25,000 രൂപ വെച്ച് 3 വർഷം നമ്മൾ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നു. കൂടാതെ ഓരോ വർഷവും കണ്ടിജൻസി എക്സ്പെൻസ് ആയിട്ട് നമ്മൾ 10,000 രൂപ ഒരു വർഷം കൊടുക്കുന്നു. ഒരു BTech പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് IEEE പോലുള്ള ഓർഗനൈസേഷൻ, പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് എത്രമാത്രം സഹായകരമാണ്? പ്രത്യേകിച്ചും സാർ അത് കഴിഞ്ഞ വർഷം കേരള റീജിയൻ്റെ സെക്രട്ടറി ആയിരുന്നു, ഇപ്പം ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ചെയർമാനാണ്. എങ്ങനെയാണ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്റ്റുഡൻസ് BTech പഠിക്കുന്ന സ്റ്റുഡൻസിന് എത്ര ബെനിഫിഷ്യലാണ് ഈ ഓരോ ഓർഗനൈസേഷൻസും? IEEE എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നിക്കൽ പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ്. ഇത് ഏകദേശം 180ഓളം രാജ്യങ്ങളിൽ ഉള്ള ഒരു സംഘടനയാണ്. ഏകദേശം ഒരു 5 ലക്ഷത്തോളം മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്. ഈ 5 ലക്ഷം മെമ്പേഴ്സിൽ ഏകദേശം 2 ലക്ഷത്തോളം മെമ്പേഴ്സ് സ്റ്റുഡൻറ്റ് മെമ്പേഴ്സാണ്. ഈ സ്റ്റുഡൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് സമയത്ത് ഇവർ സ്റ്റുഡൻറ്റ് മെമ്പേഴ്സ് എന്നറിയപ്പെടും. ഇവർ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ PhD ചെയ്യുന്ന സമയത്ത് ഇവർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് മെമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ അല്ലാതുള്ള അതിന് ശേഷമുള്ള മെമ്പേഴ്സ് എല്ലാം പ്രൊഫഷണൽ മെമ്പേഴ്സ്, മെമ്പർ, സീനിയർ മെമ്പർ, അങ്ങനെ പല കാറ്റഗറിയിലാണ്. അതായത് മിനിമം ഒരു മെമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ MTech എങ്കിലും കഴിഞ്ഞിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ വർക്ക്, ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻഷിപ്പ് കഴിയണം. ഒരു പ്രൊഫഷണൽ ആയിരിക്കണം, വർക്കിംഗ് മിനിമം BTech എങ്കിലും കഴിഞ്ഞിരിക്കണം, മിനിമം BTech എങ്കിലും കഴിഞ്ഞിരിക്കണം. എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് വർക്കിംഗ് പ്രൊഫഷണൽ ആയിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു IEEEയിൽ സ്റ്റുഡൻറ്റ് ലെവലിൽ ഇപ്പോൾ BTech ലെവലിലാണല്ലോ ഇപ്പോൾ ചോദ്യം. എന്നിട്ട് സ്റ്റുഡൻറ്റ് മെമ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് പല തരത്തിൽ അത് ബെനിഫിഷ്യലാണ്. ഒന്ന്, ഈ IEEEയിൽ ഈ മിക്കവാറും നമ്മുടെ കോളേജുകളിലെല്ലാം IEEE സ്റ്റുഡൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. എന്നിട്ട് ഈ IEEE സ്റ്റുഡൻറ്റ് ബ്രാഞ്ചസ് നിരവധി ആക്ടിവിറ്റീസ് IEEE സ്റ്റുഡൻറ്റ് മെമ്പേഴ്സിനായിട്ട് നടത്താറുണ്ട്. നിരവധി സിമ്പോസിയങ്ങളും ടെക്നിക്കൽ വർക്ക്ഷോപ്സും ടെക്നിക്കൽ ടോക്കുകളും ഒക്കെ നടത്താറുണ്ട്. ഇത് അറ്റൻഡ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു അക്കാഡമി ഇൻഡസ്ട്രി ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളതിനെ പറ്റി നമ്മൾ ഡിസ്കഷൻ ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ കരിക്കുലത്തിൽ നമ്മുടെ ഒരു റിജിഡ് ടൈം ഫ്രെയിമിൽ ഇതെല്ലാം കൂടെ പോസിബിൾ അല്ല. അങ്ങനെയുള്ള എടുത്തല്ല, ഇങ്ങനെയുള്ള ഈ IEEE പോലുള്ള ടെക്നിക്കൽ പ്രൊഫഷണൽ ഓർഗനൈസേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വർക്ക്ഷോപ്സ്, ഏതൊക്കെ ഏരിയയിലാണ് സ്കിൽസ് ആഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് ആ ഒരു സ്കിൽസ് എല്ലാം ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വഴി കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ IEEEയുടെ ഒരുപാട് വലിയ ആക്ടിവിറ്റീസിൽ ഒരു മേജർ ആക്ടിവിറ്റിയാണ് IEEE കോൺഫറൻസ്. അന്നേരം കുട്ടികൾക്ക് IEEE സ്റ്റുഡൻറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈ കോൺഫറൻസുകളെല്ലാം രജിസ്ട്രേഷൻ ഫീൽ ഡിസ്കൗണ്ട് ഉണ്ട്.
അതുപോലെ പലയിടത്തും ഇപ്പം സ്റ്റുഡൻറ്റ് വോളണ്ടിയേഴ്സായിട്ട് IEEE കോൺഫറൻസുകൾ സെലക്ട് ചെയ്യപ്പെടും. അന്നേരം ഇതെല്ലാം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് ഈ വേൾഡിലെ എല്ലാ പ്രൊഫഷണൽസുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനും മിങ്കിൾ ചെയ്യാനും ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽസും അല്ലെങ്കിൽ വലിയ പ്രൊഫസേഴ്സ് പല ഫോറിൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സുമായിട്ടൊക്കെ മീറ്റ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഒരു സ്റ്റുഡൻറ്റ് ലെവലിൽ കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ IEEE കോൺഫറൻസുകൾ. കൂടാതെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിക്കേഷൻസ് IEEE ആണ്. ഏറ്റവും വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ഏറ്റവും വലിയ അറ്റ്ലീസ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് സർക്യൂട്ട് ബ്രാഞ്ചസ് IEEE ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിഷർ. IEEE ട്രാൻസാക്ഷൻസ് എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും പ്യൂർ റിവ്യൂഡ് ജേർണൽസ് എന്ന് പറയുന്നത് IEEE ട്രാൻസാക്ഷൻസ് ആണ്. അന്നേരം ഇതിലെല്ലാം പേപ്പർ പബ്ലിഷ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ IEEEയിൽ പല ട്രാൻസാക്ഷൻസും ഇപ്പോൾ ഓപ്പൺ ആക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഓപ്പൺ ആക്സസ് ആകുമ്പോൾ നമുക്ക് അതിനകത്തൊരു ആർട്ടിക്കിൾ പ്രോസസ്സിംഗ് ഫീ എന്നും പറഞ്ഞ് ആർട്ടിക്കിൾ പ്രോസസ്സിംഗ് ചാർജ് APC എന്ന് പറയും. എന്നിട്ട് അങ്ങനെ ഒരു ചെറിയ പേയ്മെൻറ്റും കൂടെ അവിടെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം IEEE സ്റ്റുഡൻറ്റ് മെമ്പേഴ്സിന് IEEE മെമ്പർ ആണെങ്കിലും സ്റ്റുഡൻറ്റ് മെമ്പർ ആണെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ ഈ IEEE എന്നുള്ള വലിയൊരു ഓർഗനൈസേഷനിൽ ഒരുപാട് വോളണ്ടിയറിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോ പല വോളണ്ടിയറിങ് പൊസിഷൻസിൽ സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാം. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് അതുവഴി വരുന്നുണ്ട്. അതുവഴി ഒരുപാട് പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതുവഴി വരാം. ഒരുപാട് മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരാം. PhD ചെയ്യാനുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാനും പോസ്റ്റ് ഡോക്ക് ചെയ്യാനും അവരുടെ ഒരു ഓവറോൾ കരിയർ ഗ്രോത്തിനും ഓവറോൾ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിനും ഈ IEEE പോലുള്ള പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം വളരെയധികം കൂടുവാണ്. ഒരുപക്ഷെ ഒരു ഐസർ പോലുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഒരുപക്ഷെ റിസർച്ചാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. BTech തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ റിസർച്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ അവസരങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് എന്നെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് KTUവിൻ്റെ റിസർച്ച് വിങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ഡോക്ടർ ബിജു സാർ നമ്മോട് പറഞ്ഞു തന്നു. സാർ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്. ഒരുപക്ഷെ ഈ പറയുന്ന IEEE ബ്രാഞ്ചുകളല്ല, ഏത് ബ്രാഞ്ചുകൾക്കും ഒരുപക്ഷെ ആർട്സിലോ അല്ലെങ്കിൽ സയൻസിലോ ഒക്കെ PhD ചെയ്യുന്നവർക്ക് പോലും ഒരു പരിധിവരെ യൂസ്ഫുൾ ആകുന്ന ഇൻഫർമേഷൻസ് ആണ് ഇതെല്ലാം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Thank you very much. Brilliant Study Center, India's #1 coaching center for NEET and JEE.